ഫയൽ ചെയ്ത കാഞ്ഞിരപ്പള്ളി ഞങ്ങളമറ്റം സ്വദേശി സൗമ്യ. കാഞ്ഞിരപ്പള്ളി പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്നും ഭാര്യ. ഒരു വർഷമായി കാണാതായിരിക്കുന്ന പ്രിയതമനെ കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഭാര്യ ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത്. 2020 നവംബർ 25 കാണാതായ ചെറക്കടവ് താമരക്കുന്ന് സ്വദേശിയായ ബോബിന്റെ ഭാര്യ സൗമ്യയാണ് പരാതിക്കാരി. 2020 നവംബർ 25 കാണാതായ തന്റെ ഭർത്താവിനെ കണ്ടെത്തി തരുവാൻ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന പരാതിയുമായിട്ടാണ് ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചെറക്കടവ് താമരക്കുന്ന് സെന്റ് ഫ്രംസ് ദേവാലയ ശുശ്രൂഷയുടെ മകൻ ചെറക്കടവ് പൊയ്ക്കൽ ബോബിനാണ് കഴിഞ്ഞ വർഷം നവംബർ 25 കാണാതായത്. രാവിലെ 7 മണിക്ക് ഞെള്ളമറ്റത്തെ ബൈക്ക് വർക്ക്ഷോപ്പിൽ വെച്ച് കോട്ടയത്തേക്ക് സ്പെയർ പാർട്സ് വാങ്ങി വരാമെന്ന് പറഞ്ഞ പോയ ബോബിനെ പിന്നീട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഈ വർഷം നവംബർ 25 മുതൽ എൻ്റെ ഭർത്താവിനെ കാണാതായിട്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് ഒരു വർഷമാകുന്നു. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലും എല്ലായിടത്തും പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആളെക്കുറിച്ചൊരു വിവരം ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. ആളുണ്ടോ ഇല്ലേ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എനിക്കൊരു കുഞ്ഞുണ്ട്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാനും കുഞ്ഞ് നിൽക്കുന്നത്. എല്ലാവരുടെയും സഹായത്തോടാണ് ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ ജീവിച്ചു പോകുന്നത്. ഇതുവരെ എനിക്കും കുഞ്ഞിനെ ഒരു നീതിയും സർക്കാർ നേടി തന്നിട്ടില്ല. സംഭവം രാവിലെ വീട്ടിൽ നിന്ന് കാപ്പിയും കുടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് സാധനം എടുക്കാൻ വേണ്ടി കോട്ടയത്തിന് പോകുന്നു പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. പിന്നീട് വണ്ടിയും പുള്ളിയുടെ ഫോണും വർക്ക്ഷോപ്പിൽ നിന്ന് വൈകുന്നേരമാണ് കണ്ടെത്തിയത്. പിന്നെ അതിന് ശേഷം പുള്ളീനെ ആരും കണ്ടിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ആരോടും ചോദിച്ചിട്ട് ആരും കണ്ടവരാരും ഇല്ല. വലിയ കടയിൽ ചെന്നിട്ടും അവിടുന്ന് ആരും കണ്ടവരില്ലെന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നല്ലത് മാത്രമേ ഇയാളെ കുറിച്ച് പറയുവാനുള്ളൂ. ഞള്ളമറ്റം വയലിൽ നല്ല രീതിയിൽ ബൈക്ക് വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ബോബിന്റെ തിരോധനം ഭാര്യ സൗമ്യയ്ക്കും ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇതുവരെയും മനസ്സിലാക്കുവാനും കഴിയുന്നില്ല. മാൻ ജോഹാന് 10 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് പിതാവ് ബോബിനെ കാണാതായത്. ഇപ്പോൾ കുഞ്ഞിന് 1.25 വയസ്സ് പ്രായമുണ്ട്. സഹോദരൻ റോബിൻ കാണാതായ ദിവസം രാത്രി 7:30 കാഞ്ഞിരപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് ഒരു തവണ മാത്രമേ പോലീസ് വീട്ടിലെത്തി അന്വേഷിച്ചിട്ടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. കണ്ണിൽ എണ്ണയൊഴിച്ച് ദിനരാത്രങ്ങൾ കാത്തിരുന്ന ഭാര്യ സൗമ്യയ്ക്ക് നീതി നടത്തി കൊടുക്കുവാൻ പോലീസിന് ആയിട്ടില്ലെന്നും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും കണ്ടെത്താനായിട്ടുമില്ല. ഇതിനെ തുടർന്നാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.